ഒരു കാലത്ത് ഗതാഗത കുരുക്ക് കൊണ്ട് പൊറുതിമുട്ടിയ ദേശീയപാതയാണ് നാഗർകോവിൽ തിരുവനന്തപുരം റോഡ്. ഇപ്പോൾ ഒന്നാം ഘട്ട പദ്ധതിയിലൂടെ പാത ഇരട്ടിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടുവെങ്കിലും റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ 18 ജീവനുകളാണ് ഈ നിരത്തിൽ പൊലിഞ്ഞത്. അപകടത്തിൽ ഉൾപ്പെടുന്ന വാഹനങ്ങളുടെ എണ്ണം നിരവധിയാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് അരുൺ മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗതാഗത കുരുക്കുകൊണ്ട് പൊറുതിമുട്ടിയ തിരുവനന്തപുരം നാഗർകോവിൽ ദേശീയപാത നവീകരണത്തിന് ശേഷം ഇപ്പോൾ അപകടങ്ങളുടെ പരമ്പരയാണ് സമ്മാനിക്കുന്നത്. എന്താണ് ഇതിനുള്ള കാരണമെന്നുള്ളതാണ് നമ്മളിന്ന് അന്വേഷിക്കുന്നത്. എന്താണ് ഈ ഒരു അപകടങ്ങൾക്ക് കാരണമെന്നാണ് പ്രധാനമായ ഒരു വിലയിരുത്തൽ? നമ്മുടെ തിരുവനന്തപുരം നാഗർകോവിൽ സംസ്ഥാന പാതയാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലങ്ങളിൽ മാത്രമല്ല സ്ഥിരം ഇവിടെ അപകടങ്ങൾ പതിവായിരിക്കുക. ഈ അടുത്ത കാലത്ത് തന്നെ ബാലരാമപുരത്ത് 4 പേര് മരിച്ചു. അതുപോലെ തന്നെ ദിനം പ്രതി 2, 3, 4 പേരാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊരു അപകട മേഖലയുള്ളൊരു പാതയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഒന്ന്, ഈ രാത്രികാലങ്ങളിൽ ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റുകളൊന്നും ഇവിടെ കത്താറില്ല. ഈ കത്തുന്ന ലൈറ്റുകൾ അവിടെ ഇവിടെ കുറച്ചുണ്ടെങ്കിലും ബാക്കി ഭാഗങ്ങളിലൊന്നും, പ്രധാന ജംഗ്ഷനുകളിലും മറ്റു മേഖലകളിലൊന്നും ഈ ലൈറ്റുകൾ കത്താനില്ല. പിന്നെ വരുന്നത് ഈ സൂചനാ ബോർഡുകളൊക്കെ ഉണ്ടല്ലോ. ഈ സൂചനാ ബോർഡുകളൊന്നും യഥാസ്ഥലങ്ങളിലൊന്നും സ്ഥാപിച്ചിട്ടില്ല. ഈ ഒരു ക്രോസിംഗ് റോഡ് വരുന്ന സമയത്തൊക്കെ അനധികൃതമായിട്ട് വണ്ടികളൊക്കെ വന്ന് കയറി അപകടങ്ങൾ കൂടുതലുണ്ടാകാറുണ്ട്. അപ്പോൾ ഈ സൂചനാ ബോർഡുകൾ അവിടെ ഇവിടെ സ്ഥാപിച്ചിരുന്നെങ്കിൽ കുറേയൊക്കെ ആൾക്കാർക്ക് ഈ അതിനകത്തൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമായിരുന്നു. അപ്പം ലൈറ്റുകളില്ല, സൂചനാ ബോർഡുകളില്ല. പിന്നെ രാത്രികാലങ്ങളിൽ പോലീസിൻ്റെ ഒരു നിയന്ത്രണം ഇതിനകത്തില്ല. കാരണം സ്പീഡിൽ പോകുന്ന വണ്ടികളിൽ ഈ നിയന്ത്രണ വിധേയമായിട്ടുള്ള ഈ യന്ത്രങ്ങളുണ്ട്. അത് വെച്ച് ഇവർക്ക് നിയന്ത്രണ വിധേയമായിട്ട് അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ നമുക്ക് നിയന്ത്രണാതീതമാക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ അത്ര ആധുനിക സംവിധാനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, അമിത വേഗതയുള്ള വാഹനങ്ങൾ. അപ്പം അമിത വേഗതയുള്ള വാഹനങ്ങൾ പോകുമ്പോഴത്തേക്ക് റോഡ് ക്രോസിങ്ങും മറ്റു ഭാഗങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ ഇത് വണ്ടികൾ അപകടങ്ങളിൽ പെടുന്നു. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പറയുന്ന വണ്ടികൾ വന്നിടിക്കുകയും അങ്ങനെയാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് പറയാം, നെയ്യാറ്റിൻകര ഭാഗത്ത് കൂടിയും തിരുവനന്തപുരം നാഗർകോവിൽ ഈ പാതയെന്നോട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പാതയാണ്. അപ്പോൾ അവിടെ ഇത്തരം ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് കൂടെയാണ്. കാരണം ഈ ആളുകൾ ഒരുപാട് യാത്ര ചെയ്യുന്നൊരു സ്ഥലം കൂടിയായതുകൊണ്ട് ഈ അപകടങ്ങൾ നിരന്തരം സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ അതിനൊരു അടിയന്തരമായിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തി ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് ദിവസവും മരണസംഖ്യ കൂടിക്കൂടി വരുന്നൊരവസ്ഥയിലേക്കാണ് നമുക്ക് കാണാൻ പറ്റും. അത് ശക്തമായ ഒരു ഇടപെടൽ നടത്തി സർക്കാരും പോലീസും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ലഹരിയുടെ അമിത ഉപയോഗം ഇന്ന് കൂടി വരികയാണ്. വാഹനം ഓടിക്കുന്ന ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിച്ചും ലഹരിക്ക് അടിമപ്പെട്ടും പിന്നെ അത്ര ഒരു മാഫിയ സംഘങ്ങൾ തന്നെ ഇതിൻ്റെ ബാക്കിലുണ്ട്. കൂടാതെ അത്യാവശ്യമായി നമ്മളോട് സൈൻ ബോർഡുകളൊന്നും മിക്കയിടത്തും ഈ റോഡുകൾ സ്ഥാപിച്ച് കാണുന്നില്ല. ഉള്ള സൈൻ ബോർഡുകൾ തന്നെ മറയ്ക്കപ്പെട്ടിട്ടുണ്ട്, പോസ്റ്റ് ഒട്ടിച്ച് മറയ്ക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ വാഹനം തട്ടി മറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ മിക്ക സ്ഥലങ്ങളിലും സൈൻ ബോർഡുകൾ കാണുന്നില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ അപകടങ്ങളുടെ ഇപ്പോൾ അടുത്തുണ്ടായ അപകടങ്ങളെല്ലാം ലഹരി ഉപയോഗിച്ചുള്ള അപകടങ്ങളാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അമിത വേഗത, എല്ലാവരും അമിത വേഗതയിലാണ്. അമിത വേഗതയും പിന്നെ അലക്ഷ്യമായിട്ടുള്ള വാഹനം ഓടിപ്പാണ് പോയിട്ട് ഇപ്പോൾ ഇന്ന് ഈ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ KSRTC ബസ് പോയിട്ട് നമ്മുടെ അതിർത്തി പ്രദേശമായതുകൊണ്ട് തമിഴ്നാട് ബസ്സും കൂടെ അത് ഇന്റർലോക്ക് ചെയ്ത് പോകുന്നുണ്ട്. അവരും കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അപകടം ഉണ്ടാകുന്ന ഭാഗങ്ങൾ ഈ ഭാഗങ്ങളിലെല്ലാം അപകടം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. ഇതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. റോഡിൽ പൊഴിയുന്ന ഓരോ ജീവനുകളും വിലപ്പെട്ടതാണ്. എന്താണ് ഇതിന് കാരണമെന്നുള്ളത് വ്യക്തമായി പഠിച്ച് പരിഹാരം കാണേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അധികൃതർ കണ്ണു തുറക്കണം. അരുൺ മോഹൻ, News 18, നെയ്യാറ്റിൻകര.